ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറേ ദിവസമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഒരു അസുഖങ്ങൾ കാരണമായിരുന്നു വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെ ഷോർട്സ് മാത്രമായിരുന്നു ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു 4 മണി പലഹാരമാണ്. രാവിലെ പത്തിരി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോളും ഏട്ടനൊക്കെ മോൾ ട്യൂഷൻ കഴിഞ്ഞ് വരും, ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആവിയിൽ വേവിച്ചിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ്: സവോള, ഒരു 2 സവോള ചെറുതായിട്ട് എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയാണ്. പിന്നെ ചിക്കൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ച് വെച്ചത് ഒരു 3-4 പീസ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ നമ്മുടെ പത്തിരിപ്പൊടി കുഴച്ചതും. പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കേട്ടോ. അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചട്ടി ചൂടായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലൊന്നുമല്ല, വെളിച്ചെണ്ണയാണ്. നാടൻ പലഹാരമല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് വെണ്ണ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ കട്ടയായിക്കാണ്, തണുപ്പാണല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കട്ടയായിട്ട് അതിങ്ങോട്ട് വരണമില്ല കേട്ടോ. സ്പൂണിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് വരുന്നേ ഇല്ല. അപ്പം ഞാനിതാ ഇങ്ങനെ കുടഞ്ഞ് ഇട്ടതാട്ടോ. അപ്പം നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ. ഒന്ന് നന്നായിട്ട് വഴറ്റിയപ്പോൾ തന്നെ നമുക്ക് ആ പച്ചമുളകും ഇഞ്ചിയും കൂടെ പിന്നെ അരിഞ്ഞു വെച്ചതും കൂടെ ചേർക്കാം കേട്ടോ. ഒരുമിച്ചാണ് ചേർക്കണത്. അങ്ങനെ നന്നായിട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചതായിരുന്നേ മുന്നേ. അപ്പോൾ അതൊരു ചെറിയ ജാറ് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അരക്കരുത്, ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ചതച്ചെടുക്കണേ. അപ്പോൾ അത് ചതച്ചെടുത്തത് സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി വാടിയതിന് ശേഷം ആ ചതച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ചതച്ച് എടുക്കരുത്, പ്രത്യേകം പറയുകയാണ്. കാരണം ഒരുപാട് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ക്രീമി ഇതുപോലെ ആയി പോവുമല്ലോ. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ചതച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ വഴണ്ട് വന്ന ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മിക്സിയിൽ ചിക്കൻ അടിച്ചെടുക്കേണ്ടത്. ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ടത് മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്ത ചിക്കൻ നമ്മുടെ ഈ സവോള ജസ്റ്റ് വഴണ്ട് വന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു അംശവും പാടില്ല കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലകളില്ലേ നമ്മളെടുത്ത് വെച്ച ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ അത് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ച ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാല അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ സവോളയിലും കുറച്ച് ഉപ്പിട്ടിട്ട്, അപ്പം നോക്കണേ, നമ്മൾ ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് അതിന് ശേഷം മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കുമല്ലോ, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് കൂടുതലും കുരുമുളക് പൊടി കേട്ടോ കുറച്ച് കൂടുതൽ ചേർത്തത്. അതിൻ്റെ ഒരു ഫ്ലേവറാണ് കുറച്ച് കൂടുതൽ ഞാൻ ചേർത്തത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാമേ. മല്ലിയിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരിപ്പൊടി ഇല്ലേ, മറ്റേ കുഴച്ച് വെച്ച പത്തിരിപ്പൊടി, അത് എടുത്തിട്ട് നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് പത്തിരിക്ക് പരത്തൂലേ, പത്തിരിക്ക് പരത്തുന്ന അത്ര വലിപ്പം വേണ്ട കേട്ടോ.
അതിൻ്റെ ചെറിയൊരു വലിപ്പം മതിയേ. അപ്പോൾ ചെറിയൊരു വലിപ്പത്തിൽ നമ്മളിങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. ഞാൻ പരത്തിയെടുക്കുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് പരത്താനൊന്നും അത്ര അറിയുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്താറ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും വലിപ്പത്തിൽ എടുത്ത് പരത്തണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് പരത്തിയിട്ട് നമ്മുടെ ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ എന്താ അതിന് പറയുക, ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴിയട എന്നൊക്കെ പറയും കേട്ടോ. അതേമാതിരിയാണ് നമ്മളിങ്ങനെ നമ്മുടെ അട ഉണ്ടാക്കുമല്ലോ, അട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ മടക്കി എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് പരത്തി വെച്ചിട്ട് പിന്നെ അതിൽ വെച്ച് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആവിയിൽ കയറ്റി എടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ ഓരോന്നോരോന്ന് ഞാനിങ്ങനെ കുഞ്ഞി പത്തിരിയാക്കിയിട്ട് അതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് അതിലിങ്ങനെ വെച്ച് അടച്ചിങ്ങനെ എടുക്കുമ്പോൾ അത് നല്ലൊരു ഷേപ്പിൽ വരും കേട്ടോ. ചിലതൊക്കെ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ അതേ ഷേപ്പിലാക്കി ഓരോന്നോരോന്ന് ആക്കി എടുത്തു കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളിപ്പം എന്താ പറയുക, കണ്ടോ, അത് ഞാൻ അങ്ങനെ പിടിച്ച് വലിച്ച് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്താൽ 2-3 കറക്റ്റായി വന്ന സമയത്ത് ഞാൻ ആ പ്രസ് ആവുന്ന ആ ഭാഗത്ത് കുറച്ച് എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് അപ്പം നല്ല സുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ ഓരോന്നോരോന്നാക്കി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ആവി കയറ്റുമല്ലോ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില ഭാഗം ഞാൻ പരത്തിയ പത്തിരിയുടെ ആ ഒരു കട്ടി കുറവായിട്ടാണെന്നുണ്ടെങ്കിൽ ചില ഭാഗമൊക്കെ വിട്ടൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി പരത്താൻ അറിയുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്ന് ഞാനിങ്ങനെ വെച്ച് ആവി കയറ്റി ഓരോന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് ആവിയിൽ ഓരോന്ന് പുഴുങ്ങിയെടുത്തു. പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാവേ ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു വലിയ പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് അട പോലെ ആക്കിയെടുത്തു കേട്ടോ. ചിക്കൻ അട എന്നൊക്കെ വേണേൽ പറയാമല്ലോ. അപ്പോൾ വലിയൊരു അട പോലെ ആക്കിയെടുത്തതാണ് ഞാൻ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും ആവിയിൽ കയറ്റി എടുത്തു കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പം. അങ്ങനെ ബാക്കി ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി എല്ലാം. ആ ഷീറ്റ് നല്ലൊരു ഉപകാരം കേട്ടോ. കാരണം പൊടികളൊന്നും അവിടെ ഇവിടെ ആവില്ലല്ലോ. ഞാൻ അതിൻ്റെ മുന്നേ 1-2 പലഹാരവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ കേട്ടോ അവിടെയൊക്കെ ആവുമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ തുടച്ചെടുക്കാൻ ഒരുപാട് സമയം. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ നല്ലൊരു ഉപകാരമായി. പിന്നെ ഞാൻ അവിടെയൊക്കെ തുടച്ചെടുത്തു. പിന്നെ വൈകിട്ട് ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചായ ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് പോയിട്ടോ ഞാൻ. അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ചായക്ക് പാല് ഉണ്ടായില്ല കേട്ടോ കാച്ചി വെച്ചത്. പിന്നെ ചായക്ക് പാലൊക്കെ എടുത്ത് കാച്ചി ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഏട്ടൻ വരുമ്പോണ്ട് ചായക്ക് പിന്നെ വേറെ സ്നാക്സൊക്കെ ആയിട്ട് വന്നിട്ട് കേട്ടോ. സമൂസയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ പിന്നെ ഞങ്ങൾ കുടിച്ചതിന് ശേഷം കേട്ടോ മോളൊക്കെ വന്ന് മോള് ലേറ്റാവും ട്യൂഷൻ കഴിഞ്ഞ് വരാമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്